മുന്നണിമാറ്റ വിവാദങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മുന്നണി മാറ്റം ഒരിക്കലും തുറക്കാത്ത പുസ്തകമെന്ന് യോഗത്തിന് മുൻപ് ജോസ് കെ മാണി പറഞ്ഞു. പദവിയല്ല, നിലപാടാണ് പ്രധാനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വിശദീകരിച്ചു. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇനി ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോടും. ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാണ്. കെ എം മാണി പഠിപ്പിച്ച വഴി യാത്ര ചെയ്യുന്ന പാർട്ടിയായത്. നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട്. അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത്, ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിന് വിരാമം വിട്ടു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. നിങ്ങളെല്ലാം വന്നുകൂടി വളരെ സന്തോഷം. ഇക്കാര്യം എല്ലാവരും അറിയിക്കണം. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ടോബി ചേരുന്നത്. ടോബി, യോഗം 11 മണിക്കാണ് തീരുമാനിച്ചത്. ഏതാണ്ട് 12 മണിയായി യോഗം തുടങ്ങിയത്. ജോസ് കെ മാണി വരുന്നതിന് മുൻപ് തന്നെ റോഷി അഗസ്റ്റിനും MLA-മാരും എത്തി. അവരൊരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു. ഞങ്ങൾ LDF-നൊപ്പമാണ്, മുന്നണി മാറ്റം എന്നത് ആലോചനയിൽ പോലുമില്ല എന്ന് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ MLA-മാരും വ്യക്തമാക്കി. അത് കഴിഞ്ഞ് പിന്നെയും മിനിറ്റുകൾക്ക് ശേഷമാണ് ജോസ് കെ മാണി യോഗത്തിലേക്ക് വന്നത്. അപ്പോൾ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ യോഗത്തിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസിൽ ഒരു നീക്കം നടന്നു. ഇടതുമുന്നണിക്കൊപ്പം തുടരുക എന്നത് മുഴുവൻ MLA-മാരുടെയും ആവശ്യമാണ് എന്നത് ജോസ് കെ മാണിയോട് പറയാതെ പറയുകയാണ് ആ വാർത്താ സമ്മേളനത്തിലൂടെ റോഷി അഗസ്റ്റിനും MLA-മാരും ചെയ്തത് എന്ന് വ്യക്തമാണ്, അല്ലേ? വിജയകുമാർ, അങ്ങനെ വേണം നമുക്കതിനെ വായിച്ചെടുക്കാം. എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നതയില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു നിലപാട് മാധ്യമങ്ങളോട് പങ്കുവെക്കാനാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റും എല്ലാം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പിളർപ്പിലേക്കോ മറ്റോ പോകില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. അതിനാണ് ഇന്ന് ശ്രമിച്ചത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയം മുമ്പാണ് ഈ യോഗം ആരംഭിച്ചത്. അതിൽ ആദ്യം സംസാരിച്ച ജോസ് കെ മാണി തന്നെയാണ്. ഈ വിഷയങ്ങളിൽ മുന്നണി മാറ്റ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവാദങ്ങളിൽ കഴമ്പില്ല എന്നുള്ളൊരു നിലപാട് ജോസ് കെ മാണി പറഞ്ഞതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകൾ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും പ്രധാന ചർച്ച എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആ ഫലം തന്നെയാണ് പ്രധാന ചർച്ചയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു തിരിച്ചടി പാർട്ടി പറയുന്നത്, കാര്യമായിട്ടുള്ള തിരിച്ചടി കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും പാലായിൽ 10 സീറ്റ് നിലനിർത്താൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 4 സീറ്റ് ലഭിച്ചു. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളൊരു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വരും. അപ്പോഴായിരിക്കും ഈ മുന്നണി മാറ്റ ചർച്ചകൾ UDF വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരിക. 85ഓളം പേരാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. അതിലൊരു 60ഓളം പേർ ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവർ ചില ബുദ്ധിമുട്ടുകൾ കാരണം, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കുന്നില്ല. എന്തായാലും ഈ വന്നിരിക്കുന്ന ആളുകളിൽ ചില ആളുകൾക്കെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ട്. നിലവിലെ സർക്കാരിന്റെ നിലപാടിലൊക്കെ അവർ വിമർശനം ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF-ന്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ള ആളുകൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. അവരവരുടെ നിലപാട് ശക്തമായി പറയാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് ചാഴിക്കാടൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിലും വ്യത്യസ്ത നിലപാടുകൾ ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടാകാനോ ഒരു ഭിന്നിപ്പിന്റെ സ്വരം ഉയർന്നു വരാനോ ജോസ് കെ മാണി ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.